നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ സന്തോഷമുള്ളതെന്നറിയാം. നല്ല തണുത്ത കാലാവസ്ഥ. അതിലുപരി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ചെറുപ്പക്കാർ പയ്യന്മാരൊക്കെ പറയുന്നത് ഉറങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കേട്ട് നിങ്ങളാണോ കുറുവ സംഘം. അപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് ഉറക്കമില്ല. കാരണം ഇവിടെയുള്ള എല്ലാ വീടുകളിലും രാത്രിയാകുമ്പോൾ ആരാണെന്നൊന്നും അറിയില്ല, ആരോ വന്ന് കഥകിൽ തട്ടിയിട്ട് പോകുന്ന ഇവരങ്ങനെ വെളുക്കുന്നവരെ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് കുത്തിയിരിക്കുകയാണ്. ഇതുവരെ സത്യം പറഞ്ഞാൽ ഈ തട്ടുന്ന ആൾക്കാരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരു പേടി കുറുവ സംഘം. ആപ്പടെ കുറുവ സംഘം എന്ന് പറഞ്ഞാൽ 1-2 പേരേ ഉള്ളൂ. ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് മുതലാക്കാൻ നടക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവും. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ശാർക്കരയ്ക്കടുത്ത് പുളുന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ആൾക്കാരെല്ലാം വീടുകളിൽ വല വിരിച്ചു. ആ വലയിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു വലയിൽ ഒരു അതിഥി വന്ന് കുരുങ്ങിയെന്ന് പറഞ്ഞ് മൂർഖനെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ചൂട് കൂടുന്നപ്പോൾ നമുക്ക് പാമ്പുകളുടെ എണ്ണം വളരെ കൂടുതലാണ്, സൂക്ഷിക്കണം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നത് എന്താണെന്ന്, ഇവിടെയൊക്കെ ഇരിക്കുന്ന വീടുകളൊക്കെ ചെറിയ ചായ്പ് പോലെ കെട്ടിയിട്ട് അമ്മമാർ കഞ്ഞിയൊക്കെ വെക്കാൻ വേണ്ടി ചെറിയ ചായ്പ് കെട്ടി അവിടെ ചെറിയ കലമൊക്കെ താഴെ വെച്ചാണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ പുളുന്തുരുത്തി മേഖല ഈ മണലിൻ്റെ അംശമുള്ള സ്ഥലത്തൊക്കെ ഉള്ള അമ്മമാരും കേരളത്തിൽ പല സ്ഥലത്തും തന്നെ മണലിൻ്റെ അംശമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റ് മുറ്റമടിക്കാൻ ശ്രമിക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ പ്രായമുള്ള അപ്പന്മാരോ ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാവിലെ വീട്ടിൻ്റെ 4 ചുറ്റും ഒന്ന് വെറുതെ ചൂലുകൊണ്ട് ഒന്ന് ഓട്ടിക്കുന്നതിന് മുന്നേ വെറുതെ ഒന്നിങ്ങനെ നോക്കുക. കാരണം വെറുതെ നോക്കുമ്പോൾ നമുക്ക് ഇവരുടെ ഈ മണ്ണിലൊക്കെ പാമ്പ് ഇഴഞ്ഞിട്ടുള്ള പാടുണ്ടെങ്കിൽ ആ മണ്ണിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, ഇഴഞ്ഞ പാട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ഈ ഏരിയയുള്ള അമ്മമാർ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോ അപ്പന്മാരോ കൊണ്ട് രാവിലെ എണീറ്റ് അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടോ, നിങ്ങളെ വെറുതെ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ പുറത്ത് കഞ്ഞി വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടൊക്കെ വന്ന് കയറിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ആ മണ്ണിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് അമ്മ, സുഖമായിരിക്കുന്നോ? എന്തു പറ്റി? കണ്ണിൽ ഉറക്കമില്ലായിരിക്കുന്നതുകൊണ്ട് ഉറക്കമില്ലാത്ത ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണെന്നല്ലോ. രാത്രി ഉറക്കമില്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് മൊബൈലിൽ കളി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഉറക്കമില്ലാത്ത. അമ്മ എപ്പോഴും സീരിയലുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി വീഡിയോ കണ്ടിരിക്കണം അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും കണ്ണു വെച്ചാൽ അമ്മ എന്താ ചുണ്ട് പൊട്ടി പിടിച്ചിരിക്കുന്നത്? പറമ്പിൽ തൊഴിലുറപ്പിൻ്റെ പണി പോയിട്ടില്ലായിരുന്നു, പല്ലില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചുണ്ട് പൊത്തി പിടിച്ചിരിക്കുന്നത്. അതാണ് പല്ലില്ലെന്ന് തോന്നുന്നു അമ്മയ്ക്ക്. അമ്മ ഉടനെ ചുണ്ടങ്ങ് പൊത്തി. സുഖമായിരിക്കുന്നോ? എന്തുണ്ട് ചോദിച്ചാൽ അമ്മ എന്തൊരു കായ് കൊടുക്കുക? എന്താ ഇത്? അഞ്ഞോട്ട് നോക്കട്ടെ, ഗുളിയാണ് അതിനകത്ത് പൈസയാണെന്ന് നോക്കട്ടെ. ചുമ്മാ അങ്ങനെ വരണ്ട. ഇതാണ് ഗുളിയെന്ന് പറഞ്ഞല്ലേ? ഇതാണ് ഗുളിയ. ഇതാണ് ഗുളിയെന്ന് പറഞ്ഞല്ലേ? കൊള്ളാം, നല്ല അമ്മ കേട്ടാ, പറയാതിരിക്കാൻ കേട്ടോ. സുഖമായിരിക്കും. എന്താ മോൻ്റെ പേര്? എന്താ സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു? എല്ലാവരും ഉറക്കമൊഴിയാണ്. എല്ലാവരും ഉറക്കമൊഴിയാണ് അല്ലേ? അപ്പോൾ ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണോ? ഇതൊക്കെ അമ്മമാർ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിലേക്ക് വന്ന് കയറി അറിയാൻ പറ്റും. കണ്ടോ, ഈ മണ്ണിലൊക്കെ എന്തെങ്കിലും ഇഴഞ്ഞ് കയറിയാൽ രാവിലെ എഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൂടെ വന്ന് കയറി അറിയാൻ പറ്റും. ഇതിലൊക്കെ എന്തെങ്കിലും ഇഴഞ്ഞ് കയറണ്ടല്ലേ? എന്ത് ഇഴഞ്ഞാലും അറിയാം. കണ്ടോ എന്താ? അപ്പോൾ രാവിലെ കഴിച്ച് ഇവിടുത്തെ അമ്മമാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ ഒന്ന് പാത്രം കൊണ്ട് വയ്ക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ കടി കിട്ടുന്നു. പലർക്കും അങ്ങനെ കടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇരുന്നോട്ടെ. പക്ഷേ ഈ വല ഇട്ടുകൊണ്ട് അവിടെ ഒന്നും കയറത്തില്ല അല്ലേ? അതിൽ കുരുങ്ങത്തില്ല അല്ലേ? ഈ എല്ലായിടത്തും ഇട്ടിട്ടുണ്ടോ വല? എല്ലാവരും ഇന്ന് അമ്മ ഇട്ടതാണല്ലേ? അപ്പോൾ അങ്ങനെ പേടിയുണ്ട്. ആ കുറുവ സംഘത്തെ പേടിച്ച് പെടുത്തിട്ടാണ് അല്ലേ? ശരി. അത് അടുത്ത ആൾ കേട്ടോ, പേടിയൊന്ന് പെടുത്തിട്ടാണെന്ന്. എന്നിട്ട് ഇപ്പോൾ എവിടെ ഇത്? ഇതിലല്ലേ? നമുക്കിവിടെ കാണാം. മീൻ കോരുന്ന വലയല്ല, ഓ ശരി. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് പഴക്കമുള്ള വലയാണ്. ഇവിടെ തല ഇവിടെ കുരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ അമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറേ ആയി കുരുങ്ങിയിട്ട്. എന്തായാലും നോക്കൂ, കാണാം. ഇതിനൊരു കുഴപ്പമുള്ളതെന്ന് ഈ ഒരു വലയ്ക്കൊരു കുഴപ്പം. പലരും പറയും പാമ്പ് വലയിൽ കുരുങ്ങിയപ്പോൾ ഞങ്ങൾ വല കട്ട് ചെയ്ത് വിട്ടു, പാമ്പ് പോയി എന്ന് പറയും. പക്ഷേ വല കട്ട് ചെയ്തിടുമ്പോൾ അവർ എങ്ങനെയാണ് കട്ട് ചെയ്ത് വിടണമെന്ന് അറിയാമോ? 1-2 കണ്ണി അതിൽ വെച്ചിട്ട് കട്ടി കൊടുക്കും. അപ്പോൾ കുഴപ്പം എന്താ സംഭവിക്കുക? അങ്ങനെ കണ്ണി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ആ കണ്ണി അവിടെ നിന്ന് ഇറുകുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ചേരയെ കുരുങ്ങി. ചിലരും പറയും ചേര ഞങ്ങൾ വെട്ടി വിട്ടു, ഞങ്ങളുടെ വലവല്ലുണ്ട്. ആ കുറച്ച് വല ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ അവരതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതല്ല, അത് കൊല്ലാൻ ശ്രമിക്കുന്നതെന്നേ പറയാൻ പറ്റും. കാരണം അത് പിന്നെ ജീവിക്കത്തില്ല, അതിന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ നോക്കിയുള്ളൂ, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ വായിൽ തല മാത്രമേ കുരുങ്ങിയിട്ടുള്ളൂ, ഉടൽ കുരുങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇവനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് തലയിൽ പിടിച്ച് മാത്രമേ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ പിടി വിടുമ്പോൾ തലയിൽ ആ പിടി വിട്ട് കഴിഞ്ഞാൽ അവൻ അപ്പോൾ തന്നെ അടുത്ത് കടിക്കാനാണ് ടെൻഡൻസി ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ നമുക്ക് തലയിൽ പിടിക്കാതെ കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്നറിയാം, ഭയങ്കരമായിട്ട് വല കുരുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട്. കാരണം എൻ്റെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം പല്ലും വെനം വരുന്ന പല്ലെല്ലാം കുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വലയാണ്ട് നമുക്ക് വലിയ പണിയില്ല. ഈ വലയാണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ
പെട്ടെന്ന് കട്ടായി പോവും. അപ്പോൾ നമ്മൾ തലമുടി വെട്ടുമ്പോൾ പതുക്കെ പതുക്കെ വെട്ടിയെടുത്തില്ലെങ്കിൽ ഈ വെട്ടിയെടുക്കുന്ന സാധനത്തിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ തൊലി കൂടി വരും. രക്ഷാപ്രവർത്തനം കൂടെയാണ് ഇവിടെ അല്ലേ? ഇതിനുള്ളൊരു രക്ഷാപ്രവർത്തനം കൂടെയാണ്. ആ ഹാ ഹാ ഹാ. അതിൻ്റെ ഗ്ലാൻഡ് ഇതാണ്ട് ഈ ഗ്ലാൻഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഗ്ലാൻഡിനോട് കരയൊക്കെ ഒന്ന് കുരുങ്ങിണ്ട. എനിക്ക് തോന്നുന്നു പല്ലിൽ കൂടി വെനം കുറച്ച് പുറത്തേക്ക് പോയി കാണും. കുറച്ചല്ല, ഇത്തിരി പോയി കാണും. കാരണം തല നന്നായിട്ട് ആ കോണിൽ കുറച്ച് ദേഹത്തിൻ്റെ ഉള്ളിലോട്ടാണ് കുരുങ്ങിയെങ്കിൽ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇതിപ്പം നമുക്ക് ഇതാണ്ട് ഈ ആ കോണിൽ തന്നെ വന്ന് കുരുങ്ങി. അല്ല, ഈ പറമ്പിലില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ മക്കളെ. പറമ്പ് ഇങ്ങനെ കണക്റ്റഡായിട്ട് കിടക്കുകയല്ലേ. ഇത് നമുക്കൊരു എന്താ പറയുക, 1 സെൻറ്റോ 2 സെൻറ്റോ ഒക്കെ നമുക്ക് പറയാം, കാണില്ല എന്ന് പറയാം. ഇത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്നറിയാം, ഇതിങ്ങനെ കണക്ഷനായിട്ട് കായൽ വരെ കിടക്കുകയല്ലേ. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. വെള്ളം ഉണ്ടെങ്കിലും ഭക്ഷണം വേണ്ടേ. ഈ ചേരയും നീർക്കോലിക്കണേ മീനിനെ പിടിക്കും. വായിൽ പല്ലിലൊക്കെ അത് കുരുങ്ങിയിട്ടുണ്ട്. എൻ്റെ വായു ഇങ്ങനെ കയറിയിരിക്കുകയാണ്. കണ്ട ഇത് വല കുരുങ്ങിയിട്ട്. ഈ വല അങ്ങനത്തെ പ്രശ്നം കൂടിയുണ്ട്. കവിളുണ്ടോ? കവിളിനകത്ത് കീറി ഇതവിടെ. എല്ലാം വല ഈ കുഞ്ഞു വലയാണ്. മറ്റേ വലയാണെങ്കിൽ ഇത്രയും നമുക്കിതിനകത്ത് വായിൽ കുരുങ്ങത്തില്ല. ഇത് ഈ ചെറിയ കുഞ്ഞു വലകളായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പിടിക്കുന്നതോടെ അവൻ്റെ പല്ല് നമുക്ക് തീറ്റിപ്പല്ല് അല്ല, അവൻ്റെ വെനം വരുന്ന പല്ല് മാത്രമല്ല, തീറ്റിപ്പല്ല് സപ്പോർട്ട് പല്ല് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഈ പല്ലങ്ങ് പിടിക്കും. എത്ര കേസ് നമുക്ക് കിട്ടണമല്ലേ. പെരുമ്പാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ അതിലും വലയക്കുരിയും വീട്, നീർക്കോലിയും പെരുമ്പാമ്പും ചേരയും. ഈ ചേരയാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിക്കുന്നത്. ചേര സാധാരണ പഞ്ചായത്തിനകത്ത് എവിടെ വല ഉണ്ടെങ്കിലും അതിനകത്തേക്ക് കുരുങ്ങും. എന്താണ് കാര്യം എന്നറിയാം, എലി വരുന്നതിൻ്റെ പിറകെ എലിയുടെ പിറകെ ഒരു എലിയെ കിട്ടിയില്ലെങ്കിൽ അടുത്ത പറമ്പിൽ അടുത്ത എലിയെ തിരക്കി പോകും. അപ്പോൾ അടുത്ത പറമ്പിൽ കിടക്കുമ്പോൾ വീണ്ടും എലിയാണെന്ന് പറഞ്ഞ് പോയി കുരുങ്ങി കഴിഞ്ഞാൽ വീണ്ടും തള്ളി അകത്തോട്ട് പോയിക്കൊണ്ട്. ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ഈ ചില ഗേറ്റുകളിൽ നായ് തലയിടും. നായ് തലയിട്ടിട്ട് അത് മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഒന്ന് തല ഒന്ന് ചെറുതായിട്ടും തിരിച്ച് ഇങ്ങോട്ട് തള്ളിക്കൊടുക്കുമ്പോൾ തലയും ഇറങ്ങിപ്പോരും. ഇല്ലെങ്കിൽ അവൻ വെളുക്കുന്നവരാൽ കിടക്കും. നോക്കിക്കെട്ടില്ലെങ്കിൽ അവൻ്റെ നാക്ക് വെട്ടായിപ്പോവും. നാക്ക് പുറത്തുണ്ട്, കുരുങ്ങി പല്ല് ടൈറ്റ് അല്ല എങ്കിൽ നമ്മൾ കത്തിരി വയ്ക്കുമ്പോൾ പതുക്കെ നമ്മുടെ കൈയുടെ ചൂടറിയാനോ എന്തെങ്കിലും വേണ്ടി നാക്ക് സൈഡിൽ കൊണ്ട് നമ്മൾ അറിയാതെ വെച്ച് കെട്ടിക്കിട്ടും. എൻ്റെ ബാക്കി അകത്തുള്ള ചെറിയ അരുക്ക് പല്ല്, തീറ്റി സപ്പോർട്ട് പല്ലുകളിലെല്ലാം വല ഇങ്ങനെ ഉണ്ടോ, വല ഇങ്ങനെ കുരുങ്ങി ഇരിപ്പുണ്ട് ഒത്തിരി. അതാണ് എനിക്ക് തോന്നുന്നു ശകലം കുരുങ്ങി തന്നെ വേദന എടുത്തപ്പോൾ ഈ വലയിൽ പിടിച്ച് ഞാൻ കടിച്ചപ്പോൾ വല വായിലും കുരുങ്ങി, വീണ്ടും കടിച്ചുകൊണ്ട് അപ്പോൾ വായിലോട്ട് കൂടുതൽ കുരുങ്ങിക്കൊണ്ടിരുന്നു. അതാണ് ഇത്രയും. മറ്റേ നീല വല പണ്ട് നമ്മൾ കോഴിയൊക്കെ വളർത്താൻ ഇരിക്കുമ്പോഴുള്ള വലയിലാണെങ്കിൽ ഇത്രയും കുരുങ്ങത്തില്ല. ഇത് കട്ടി കുറഞ്ഞ ടോയ് നൂലായതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ വാക്കിയാത്ത മുഴുവൻ വലയാണ്. അപ്പോൾ നമുക്ക് ഉറുമ്പ് കടിച്ചു തുടങ്ങി. ഉറുമ്പ് എൻ്റെ പാൻസിനകത്തൊക്കെ ഉറുമ്പ് കയറി തുടങ്ങി. അപ്പം നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി പണിയുണ്ട്. അപ്പം നമുക്ക് ഒന്ന് കുറച്ചങ്ങോട്ടൊന്ന് മാറിയിരിക്കാം. ബാക്കിയകത്തൊക്കെ വല ഇരിപ്പുണ്ട്. ഇതുവരെ നമുക്ക്
ഇവിടെയും ഉറുമ്പുണ്ട്, ഇവിടെയും കടി ഉറുമ്പാണ് ഉള്ളത്. എന്നാലും എൻ്റെ ബാക്കിയകത്ത് മുഴുവനും അകത്തോട്ട് വല പോയിട്ടുണ്ട്. ഇത് നല്ല കുരുക്കണം. മറ്റ് വലയിലൊക്കെ കുരുങ്ങി ഇത്രയും വരികയില്ല. മറ്റ് ഞാൻ പറഞ്ഞ നീല വല, ഈ വലയിൽ കുരുങ്ങി നന്നായിട്ട് വരും. പക്ഷേ ഇതുപോലെ ബാക്കിയകത്ത് ഇത്രയും കുരുങ്ങി എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. കുരുങ്ങി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയകത്ത് ഇത്രയും കുരുങ്ങിയത് അത് അണ്ണാക്കിലോട്ട്, കാരണം അകത്തേക്ക് പോകുന്നുണ്ട്. അതുമാത്രം ഇതിന് നമ്മൾ നോക്കി ചെയ്യുന്ന ഒരു കുഴപ്പമെന്തെന്നറിയാം, നമ്മൾ പിടിക്കുമ്പോൾ വേദനിച്ചിരിക്കില്ല, അപ്പോൾ പല്ല് ഇവിടെ കാണും. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ കൈ മുന്നിലോട്ട് പോയാൽ ആ പല്ല് താരും. പല്ല് തന്നാലും ചിലപ്പോൾ വെനപ്പം നമുക്കറിയാം, ഈ വരുന്ന വലയിൽ അത്രയും വെനമുണ്ട്, കത്തിട്ട് കാണാം നമുക്ക്. അപ്പോൾ പല്ലിൽ കൂടി വെനം കുറച്ച് പോയി. പക്ഷേ എന്നാലും ഗ്ലാൻഡ് എം ഡി അല്ല, കണ്ടോ, ഗ്ലാൻഡിൽ വെനമുണ്ട്. ഗ്ലാൻഡ് എം ഡി അല്ല, അതിൽ വെനം നന്നായിട്ടുണ്ട്. കുറച്ച് പോയിരിക്കാം പല്ലിൽ കുറച്ച്. വല എന്തായാലും ചുണ്ടിലെ വലയെല്ലാം കഴിഞ്ഞു. പക്ഷേ അകത്തോട്ട് വല കാണും, അകത്ത് പല്ലിൽ വല കാണും. പിന്നെ ചുണ്ടിലെ വലയെല്ലാം പോയി അകത്താണ്. പക്ഷേ എന്നാലും ഇതൊരിക്കലും ആരും അനുകരിക്കും. കാരണം ഇത് പലരും നമ്മൾ ചെയ്യുന്നുണ്ട്, അനുകരിക്കുന്നു പരാതി പലരും പറയുന്നുണ്ട്. പക്ഷേ ആരും അനുകരിച്ചായിട്ട് എനിക്കറിയില്ല. കാരണം ചേരയൊക്കെ ആണെങ്കിൽ ആൾക്കാർ വെട്ടിവിടും, സ്വാഭാവികമാണ്. ചേര വെനമില്ലല്ലോ, അതുപോലെ പെരുമ്പാമ്പ് വെനമില്ലല്ലോ, വെട്ടിവിടാം. പക്ഷേ ഇത് അങ്ങനെയുള്ള വെനമുള്ളതാണ്. അണലി മൂർഖനൊക്കെ വെനമുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഗ്ലാൻഡ് ഒക്കെ പ്രശ്നമില്ല, നല്ല ഒരിതാണ്, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, രക്ഷപ്പെടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഇവനെ ഒന്ന്, നമ്മുടെ ഇത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ഇവനെ നമ്മളൊന്ന് വെള്ളം ഒന്ന് ശകലം കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവനെ നമുക്കൊന്ന് നോക്കാം, അവനെ എഴയുന്നൊന്ന് നോക്കാം. ഇരുന്നാലും കുഴപ്പമില്ല, വെള്ളം കുടി നമുക്ക് കാണാം. അതിന് വെള്ളം ചിലപ്പോൾ ഇപ്പോൾ ഒരു നാരെ കൊണ്ട് ചിലപ്പോൾ കാണാം, അത് വെള്ളം കുടിക്കാൻ പോകും. അതിൽ ഉടക്കി കാണത്തില്ല, ഇതിൻ്റെ ബാലൻസ് ഇല്ലേ, അത് ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഈ പല്ലിലൊക്കെ ഉടക്കിയിരിക്കുന്നില്ലേ, കെട്ടുള്ളതില്ല. കെട്ടില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല, കെട്ടില്ലെങ്കിലേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചുറ്റിക്കെട്ടിയിരുന്നാൽ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ, അല്ലേ താനേ ഇറങ്ങിപ്പോവും. പറഞ്ഞ ചുണ്ടിൽ പറഞ്ഞാൽ ഇരിപ്പുള്ളവർ തോന്നണം അല്ലേ, കണ്ടില്ലേ, കണ്ടത് അതല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരെണ്ണം വേണ്ടായിരുന്നു, ബാക്കി കഴിഞ്ഞു. അപ്പോൾ അവന് യാതൊരു കുഴപ്പമില്ല, അവനെ താഴേക്ക് വിടുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആൾക്കാർക്ക് കാണാമല്ലോ.
അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ അദ്ദേഹത്തിൻ്റെ വല മുഴുവനും വെട്ടി മാറ്റി. പക്ഷേ ബാക്കിയകത്ത് അകത്തെ പല്ലിനകത്ത് എവിടെയോ ഒന്ന് രണ്ടെണ്ണം ഇരിപ്പുണ്ട്. അത് താനെ അങ്ങ് പൊക്കോളും. കാരണം ദേഹത്ത് ചുറ്റിയിരുന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറ്. ഇപ്പോൾ കല്ലിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ചേട്ടാ ബോട്ടിലിങ് ചേട്ടാ. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ നമ്മളൊന്ന് ബോട്ടിലാക്കുകയാണ്. കാരണം പേടിക്കേണ്ടതില്ല, ഇതിന് വേറെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു അമ്മയാണ് ഇതിനെ കണ്ടത്. അമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് അമ്മയാണ് അവിടെ കിടന്ന വല എടുത്തുകൊണ്ട് ഇവിടെ ഇട്ടത്. എന്തായാലും അമ്മയ്ക്കത് നല്ല ഭാഗ്യമായി. കാരണം എന്താ പറയുക, അമ്മയ്ക്ക് അതിനെ എന്തായാലും ഇല്ലെങ്കിൽ ഇത് കാണത്തില്ല. അമ്മ ചിലപ്പം കഞ്ഞി വയ്ക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടില്ലേ, കഞ്ഞി വയ്ക്കുന്ന സ്ഥലമെല്ലാം വളരെ കഷ്ടപ്പെടാം. അറിയില്ല, ഇവിടുത്തെ വീട് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായില്ല, ഇവിടെ എല്ലാം സാധാരണക്കാരാണ്, പാവപ്പെട്ട ആൾക്കാർ, എല്ലാം കൂലിപ്പണി ചെയ്യുന്ന കർഷകർ, എന്തെങ്കിലും പണി ചെയ്ത് ജീവിതം കൂലിപ്പണി, ചിലപ്പോൾ തെങ്ങിക്കയറ്റമാവാം, അല്ലെങ്കിൽ മരമുറിപ്പാവാം, അല്ലെങ്കിൽ മീൻ വാങ്ങിച്ച് മത്സ്യം കൊണ്ടുവരുന്ന വാങ്ങിച്ച് മറിച്ച് കച്ചവടമാവാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഇവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ കൊച്ചു വീടുകളാണ്, ദാരിദ്ര്യം നിറഞ്ഞ വീടുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ആണ് സാധാരണഗതിയിൽ പാമ്പ് കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ വലയിൽ കുരുങ്ങിയ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി, നമസ്തേ.